കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദി നെയ്യാർ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദി നെയ്യാർ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം: അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലങ്ങളിലെ വംശങ്ങളുടെ ശരിയായ ക്രമമാണ് ഡൽഹി അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? തുളുവ രാജവംശം. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? തുളുവ രാജവംശം. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. കബനി കാവേരി നദിയുടെ പോഷക നദിയാണ്. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? അസം. ബിഹു ആസാമിലെ നൃത്തരൂപമാണ്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് KM പണിക്കർ. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് KM പണിക്കർ. താഴെ പറയുന്നവയിൽ ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് കൽപ്പാക്കം ആണ്. താഴെ പറയുന്നവയിൽ ആണവ നിലയങ്ങളിൽ ശരിയായവയാണ് താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്, കൈഗ കർണാടകം. താഴെ പറയുന്നവയിൽ ആണവ നിലയങ്ങളിൽ ശരിയായവ: താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ, നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ, കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി? ചൗ എൻ ലായ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് റിസർവ് ബാങ്ക്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2005. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ മിശ്ര. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? 24-ാം അനുച്ഛേദം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? 24-ാം അനുച്ഛേദം. കേന്ദ്ര മാനവ ശേഷി വികസന മന്ത്രിയാണ് രമേശ് പൊഖ്രിയാൽ നിഷാങ്ക്. കേന്ദ്ര മാനവ ശേഷി വികസന മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ്. 1857 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെ. 1857 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അടിസ്ഥാന തലത്തിൽ കായികരംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരുന്ന പദ്ധതിയാണ് ഖേലോ ഇന്ത്യ. അടിസ്ഥാന തലത്തിൽ കായികരംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ഖേലോ ഇന്ത്യ. 15-ാം കേരള നിയമസഭയുടെ സ്പീക്കർ AN ഷംസീർ. 15-ാം കേരള നിയമസഭയുടെ സ്പീക്കർ AN ഷംസീർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? 4. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? 4. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 9-ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 9-ാം പഞ്ചവത്സര പദ്ധതി.
കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതിയാണ് ആശ്രയ. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതിയാണ് ആശ്രയ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. വിമോചന സമരം നടന്ന വർഷം 1959. വിമോചന സമരം നടന്ന വർഷം 1959. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. 2012 ആരംഭിച്ച് 2017 അവസാനിച്ച 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനമാണ്. 2012 ആരംഭിച്ച് 2017 അവസാനിച്ച 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നത് സുസ്ഥിര വികസനമാണ്. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിന് ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് ഇലക്ട്രോൺ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിന് ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് ഇലക്ട്രോൺ. ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര് ഹെമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര് ഹെമറ്റൈറ്റ്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. ശ്വസനത്തിനുപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. ശ്വസനത്തിനുപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് സിലിക്ക. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് സിലിക്ക. ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? വായുവിൻ്റെ അഭാവം. ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? വായുവിൻ്റെ അഭാവം. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണിത്? 3ാമത്തെ ചലന നിയമം. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമത്തിലാണ്? 3ാം ചലന നിയമത്തിൽ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8. ജലം ഐസാകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ജലം ഐസാകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? തൈറോയിഡ് ഗ്രന്ഥി. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? സെറിബെല്ലം. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? സെറിബെല്ലം. DPT വാക്സിൻ ഫലപ്രദമായി ഉപയോഗിക്കുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ. DPT വാക്സിൻ ഫലപ്രദമായി ഉപയോഗിക്കുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ. മലയൻ ഡോർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? തെങ്ങ്. മലയൻ ഡോർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? തെങ്ങ്. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആര്? ലൂയി പാസ്ചർ. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആര്? ലൂയി പാസ്ചർ. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് തിമിരം. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആര്? വൻഗാരി മത്തായി. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആര്? വൻഗാരി മത്തായി. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകമേത്? ശ്വേതരക്താണുക്കൾ. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകമേത്? ശ്വേതരക്താണുക്കൾ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാസർഗോഡ്.